ഞാൻ ഡോക്ടർ ഫാത്തിമ സൈല, യുനാനി കൺസൾട്ടന്റ്, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ. ഇന്ന് ഷുഗർ പേഷ്യൻസിന്റെ എണ്ണം അല്ലെങ്കിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഗണ്യമായി കൂടിയിരിക്കുകയാണ് അല്ലേ. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ ഇല്ലാത്ത ആള് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് അത്ഭുതത്തോടെ നോക്കുന്ന, അല്ലെങ്കിൽ 50-60 വയസ്സായിട്ട് ഷുഗർ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ആശ്ചര്യമാണ് അയാളെ കാണുമ്പോൾ അല്ലെ. അത്തരത്തില് ഷുഗർ കോമൺ ആയിരിക്കുകയാണ്. ഷുഗർ ഇല്ലാത്ത ആളുകളാവും ഉള്ളവരെക്കാൾ കുറവ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതായത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് എന്താണ് നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഇതിങ്ങനെ കൂടി വരുന്നത് നമുക്കറിയാം. നമ്മുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഈ അസുഖങ്ങളൊക്കെ അല്ലെ. പലപ്പോഴും ഈ ഷുഗർ വന്നാൽ പിന്നെ പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ കാലാകാലം മരുന്ന് കുടിക്കണം, ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല, ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റൂല എന്നുള്ളത്. പലപ്പോഴും ഷുഗർ വരുന്ന മുന്നേ ഇവർ പറയും ഇതേപോലെ എന്തായാലും ഒരു വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ വരും, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇപ്പൊ കഴിക്കാം. ശരിക്കും ഈ ഒരു പ്രവണത ശരിയാണോ? അതായത് ഈ പ്രമേഹ രോഗം വരാൻ സാധ്യതയുള്ളവരും അല്ലെങ്കിൽ പ്രമേഹ രോഗികളും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഇവർക്ക് കഴിക്കാം? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഒരു മലയാളിയുടെ ഭക്ഷണ രീതിയിൽ നമുക്ക് എങ്ങനെ അതൊരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആക്കാം, അല്ലെങ്കിൽ പ്രമേഹ രോഗിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കാം, പ്രമേഹം വരാൻ സാധ്യതയുള്ളവർ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറെ വില കൊടുത്ത് വേറെ കുറെ സാധനങ്ങൾ കഴിക്കണമെന്നോ കുറെ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം, തീരെ കഴിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രമേഹ രോഗിക്ക് എന്ത് കഴിക്കുന്നു എന്നതിലപ്പുറം എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏതൊരു സാധനമാണെങ്കിലും അത് കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി എപ്പോഴും പ്രമേഹ രോഗിക്ക് ഒരു വലിയ മാറ്ററാണ്. നമുക്ക് എന്തൊക്കെ കഴിക്കാൻ നോക്കാം. സാധാരണഗതിയിൽ പ്രഭാത ഭക്ഷണമായിട്ട് ഉണ്ടാവുക പുട്ട്, ദോശ, ഇഡ്ഡലി, അപ്പം, ചപ്പാത്തി, ഈ രീതിയിലാവും അല്ലെ. ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ടാണ്. പുട്ടും കടലക്കറിയും കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കടല അല്ലെങ്കിൽ ചെറുപയർ, ആ രീതിയിൽ പുട്ടിന്റെ കൂടെ കോമ്പിനേഷൻ വെക്കുക. നമ്മൾ എടുക്കേണ്ട അളവ് എത്രയാണ്, പുട്ട് എത്രയാണോ എടുത്തത് അത്ര അളവിൽ കടല എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുട്ടിനേക്കാളും കൂടുതൽ കടല എടുക്കാൻ ശ്രദ്ധിക്കുക. പുട്ടും കടലയും മാറ്റിയിട്ട് കടലയും പുട്ടും എന്ന രീതിയിലേക്ക് മാറ്റാന്നർത്ഥം. പിന്നെ എപ്പോഴും നമ്മൾ പുട്ടിന്റെ കൂടെ പഴം കഴിക്കുന്നവരുണ്ടാവും. ആ പ്രവണത അത്ര ശരിയല്ല. കാരണം പുട്ട് ഓൾറെഡി ഒരു കാർബാണ്, അതിന്റെ കൂടെ പഴം അധികം സ്റ്റാർച്ച് കണ്ടന്റ്, ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ള ഒന്നാണ്. അപ്പം ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവാൻ കാരണമാവും. അത് ഒഴിവാക്കുക. പിന്നെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും സാമ്പാർ കഴിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പാറിലുള്ള കഷ്ണങ്ങൾ, വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദോശന്റെ അല്ലെങ്കിൽ ഇഡ്ഡലിന്റെ എണ്ണം കുറക്കാൻ പറ്റും. പൂരി കഴിക്കുമ്പോൾ പൂരിന്റെ കൂടെ ബാജി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ബാജി നമ്മൾ പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കുമല്ലോ, അത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് കിഴങ്ങ് വർഗ്ഗങ്ങളിലും സ്റ്റാർച്ചിന്റെ കണ്ടന്റ് കൂടുതലാണ്. പൂരി ഓൾറെഡി മൈദ അല്ലെങ്കിൽ ഗോതമ്പ് ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ റിഫൈൻഡ് പൗഡർ ആവും ഉണ്ടാവുക. അതിൽ ഫൈബർ കണ്ടന്റ് വളരെ അധികം കുറവാകും. പ്ലസ് പൊട്ടാറ്റോ കൂടി ആവുമ്പോൾ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാവും. ഇത് രണ്ടും കൂടി എടുക്കാതെ അതിന് പകരം വേറെ പച്ചക്കറികൾ കൊണ്ടുള്ളതോ അല്ലെങ്കിൽ കടല, ചെറുപയർ പോലുള്ള കറികളോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്നാക്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും പൊരിച്ചത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം സമൂസ, പക്കോട പോലുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് വേണമെങ്കിൽ ഓഫീസിൽ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാലഡ്സ്, കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കഴിക്കാം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറും പിന്നെ അതിലേക്ക് എന്തെങ്കിലും വറവ് അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാവും, കറിയും ഉണ്ടാവും, പിന്നെ മീൻ ഉണ്ടാവും. മീനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മീനോ ചിക്കനോ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. ഗ്രേവി ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ കറി ആയിട്ടോ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ ചോറ് കഴിക്കുമ്പോൾ വെറും ചോറും മീൻ കറിയും കഴിക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ ഉപ്പേരിയും പച്ചക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മൾ സാലഡ്സ് ഉൾപ്പെടുത്താണ് ചോറിൻ്റെ കൂടെ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സാലഡ് കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പച്ചക്കറികൾ ആദ്യം കഴിക്കാൻ നോക്കുക, എന്നിട്ട് പിന്നെ ചോറ് കഴിക്കാൻ നോക്കുക. അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോറിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ അത്ര കൂടൂല. പിന്നെ നമ്മൾ പച്ചക്കറികൾ എത്ര കഴിച്ചാലും അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടും ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെ കുറവായതുകൊണ്ടും നമ്മുടെ ഷുഗർ ലെവല് കൂടാതെ നോക്കും. അതായത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ ഈ വെജിറ്റബിൾസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും വെജിറ്റബിൾസ് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുക, ചോറ് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ചോറ് ഒരു 3/4 ഭാഗം ചോറ്, പിന്നെ സൈഡിൽ എന്തെങ്കിലും കറികൾ ഒരു 1/4 ഭാഗം, എല്ലാ കറികളും മീനും അടക്കം ഒരു 1/4 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാറ്റിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആക്കുക. 1/4 ഭാഗം ചോറും ബാക്കിയുള്ള ഭാഗത്ത് പച്ചക്കറികളും മീനും
ചിക്കനോ എന്താണുള്ളത് വെച്ചാൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആണെങ്കിലും ചായ കുടിക്കണ ശീലം പലർക്കും ഉണ്ടാവും. ചായ കുടിക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര ഒഴിവാക്കിയിട്ട് ചായ കുടിക്കാൻ നോക്കുക. പാൽ ചായ കുടിക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടൻ ചായ കുടിക്കുന്നതാവും കൂടുതൽ ഉത്തമം. ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ സ്നാക്സ് ഐറ്റംസ് ഫ്രൈഡ് കഴിക്കാതിരിക്കാൻ നോക്കുക. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പം ചായ അല്ല ജ്യൂസൊക്കെ ആണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് സാലഡ്സ് എന്തെങ്കിലും ആ സമയത്തും കഴിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കുക്കുംബറോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റോ ഒക്കെ കഴിച്ചാലും നമുക്ക് പെട്ടെന്ന് വയറ് ഫില്ലായ പോലെ ഫീൽ ചെയ്യും. രാത്രിയിലെ ഭക്ഷണം പലപ്പോഴും നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തന്നെയാണ് പലപ്പോഴും രാത്രിയിലും ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ചെയ്ത പോലെ തന്നെ ചോറ് കുറച്ചിട്ട് ബാക്കിയുള്ളത് കൂട്ടിയിട്ട് ബാക്കിയുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കാം. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഭക്ഷണം കഴിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. ഇത് ഗ്ലൂക്കോസ് സ്പൈക്ക് ഇല്ലാതിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി രാത്രി ചില ആൾക്കാരുണ്ട് ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി ആക്കും. ചപ്പാത്തി ആക്കുന്ന സമയത്ത് നമ്മൾ ഈ ചോറ് കഴിക്കണേക്കാട്ടിലും കൂടുതൽ ചപ്പാത്തി കഴിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് വലിയ റിസൾട്ട് ഉണ്ടാവില്ല. ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് ഫൈബറോട് കൂടി പൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ആട്ടപ്പൊടി വാങ്ങുമ്പോൾ അത് അതിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവാകും. അങ്ങനെ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും ഏകദേശം ഒരേ ഗ്ലൂക്കോസിന്റെ ലെവൽ സെയിം ആയിട്ട് വരും. അത് ശ്രദ്ധിക്കുക. അതേപോലെ ഇതിലേക്ക് വെജിറ്റബിൾ കറിയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും രാത്രി ഒന്നും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മളെ മീല് സ്കിപ്പ് ചെയ്യരുത്. ഇത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ബൗള് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ എടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക അധികം ഫ്രൂട്ട്സ് എടുക്കാതെ കുറഞ്ഞ അളവിൽ ഫ്രൂട്ട്സ് എടുക്കുക. ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും നമ്മൾ ഭയങ്കര പഴുത്ത മാങ്ങ പഴുത്ത ചക്ക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീരെ കഴിക്കാതിരിക്കുക എന്നല്ല, അളവ് കുറച്ചിട്ട് ഒരു മാങ്ങ ഫുള്ള് കഴിക്കണേ പകരം ഒരു വലിയ കഷ്ണം ഒരു മാങ്ങന്റെ പീസ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് എക്സോട്ടിക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൂടുതൽ ബെനിഫിറ്റ് ആണ് വിചാരിക്കും. അങ്ങനെ ഇല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. ഇത് കാരണം ജ്യൂസ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈബർ കണ്ടന്റ് ഫുൾ പോവും. പിന്നെ നമുക്ക് ഫ്രക്ടോസ് മാത്രമാണ് ഉണ്ടാവുക. ഈ ഫ്രക്ടോസ് നമുക്ക് ഷുഗർ കൂട്ടാണ് ചെയ്യുക. അപ്പം കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ സാലഡ്സ് ആയിട്ട് കഴിക്കാൻ നോക്കുക. ഒരിക്കലും മീൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് കണ്ടീഷൻസ് ഒക്കെ വരാൻ, അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന കണ്ടീഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ രാവിലെ ഒരു 8 മണിൻ്റെ ഉള്ളിൽ, അതായത് എണീറ്റ് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക. ലഞ്ച് ഒരു 1 o'clock ലഞ്ച് കഴിക്കുക. രാത്രിയിലുള്ള ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ചെയ്യാൻ നോക്കുക. ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഷുഗർ പിടിച്ചു നിർത്താൻ പറ്റും. ഇതിൻ്റെ കൂടെ വ്യായാമം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൂടാതെ നോക്കാൻ പറ്റും. ഇത്തരത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ അപ്പോട് കൂടി പലപ്പോഴും പലരും നമ്മൾ ഇങ്ങനെ ചാർട്ടൊക്കെ കൊടുക്കും അല്ലെങ്കിൽ മെനു ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറയുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്യും. കാരണം ചെയ്തു പോകാൻ പറ്റണില്ല എന്നുള്ള ഒരു വിഷയം കൊണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് കറക്റ്റ് ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. കറക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അണ്ടറിൽ തന്നെ നിങ്ങളുടെ 3 നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ എത്ര സമയം ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫോളോ അപ്പ് കൊടുക്കാൻ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്